കെ.പി.സി.സിയുടെ വൈസ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് അദ്ദേഹം സജീവമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു ടി.എൻ. പ്രതാപൻ, സിറ്റിംഗ് MP-യാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ടി.എൻ. പ്രതാപനെ മാറ്റുകയും പകരം കെ. മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുകയും ചെയ്യുന്നു. തൃശ്ശൂരിൽ കെ. മുരളീധരനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യമുണ്ട്. അവിടെ മത്സരം കടുത്ത മത്സരം നടക്കുകയാണ്. കെ. മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വോട്ട് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ വെല്ലുവിളി നേരിടാൻ കഴിയുന്നത് കെ. മുരളീധരന് മാത്രമാണ്. അതുകൊണ്ട് കെ. മുരളീധരൻ അവിടെ മത്സരിക്കണം. ഇതാണ് KPCCയും AICCയും തീരുമാനിച്ചത്. ആ തീരുമാനം അംഗീകരിച്ച് കെ. മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നു. ടി.എൻ. പ്രതാപൻ പിന്മാറുന്നു. ടി.എൻ. പ്രതാപൻ വലിയ സന്തോഷത്തിലായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ തീരെ താല്പര്യമില്ല. അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് ഒരു മന്ത്രിയാകാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. കാരണം 2 തവണയായി LDF സർക്കാർ വരുന്നു. ഇനിയും ഒരു LDF സർക്കാരിന് സാധ്യത കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കണക്ക് കൂട്ടലിലാണ് UDF നേതാക്കൾ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം LDF UDF എന്ന് മാറി മാറി വരികയാണ് പതിവ്. 2 തവണ തുടർച്ചയായി LDF വന്നു. ഇനി ഒരിക്കലും LDF അധികാരത്തിൽ വരില്ല. ഇനിയുള്ളത് UDF സർക്കാരാണ് എന്ന കണക്ക് കൂട്ടലിലാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മന്ത്രി സ്ഥാനം ഉറപ്പിക്കുക, നിയമസഭയിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ടി.എൻ. പ്രതാപൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. കെ. മുരളീധരന് താല്പര്യമുണ്ടായിരുന്നില്ല, ടി.എൻ. പ്രതാപന് താല്പര്യമുണ്ടായിരുന്നില്ല, അടൂർ പ്രകാശ് താല്പര്യമുണ്ടായിരുന്നില്ല, കൊടിക്കൽക്കുന്നിൽ സുരേഷ് താല്പര്യമുണ്ടായിരുന്നില്ല, ആന്റണി, ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക നേതാക്കൾക്കും ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമില്ല. എല്ലാവർക്കും നിയമസഭയിലേക്കായിരുന്നു താല്പര്യം. ഇത് മനസ്സിലാക്കിയ KPCCയുടെയും AICCയുടെയും നേതാക്കൾ ഒരു കാര്യം തീരുമാനിച്ചു: സിറ്റിംഗ് MP-മാരെല്ലാവരും മത്സരിക്കണം എന്ന്. അതോടുകൂടി എല്ലാവരുടെയും സ്വപ്നം അവസാനിച്ചു. അങ്ങനെ സ്വപ്നം വിട്ട് മത്സരിക്കാൻ ഇറങ്ങിയതാണ് തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപൻ. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ഭാഗ്യം തുണയായി എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹം ആകെ സന്തോഷത്തിലായിരുന്നു. കെ. മുരളീധരനെ സ്വീകരിക്കാൻ അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമങ്ങളൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. ദൃശ്യങ്ങളൊക്കെ കെ. മുരളീധരൻ്റെ മുഖം തുടക്കുന്നതും കെ. മുരളീധരനെ ഉമ്മ വെക്കുന്നതുമൊക്കെ നാം കണ്ടതാണ് ദൃശ്യങ്ങളിൽ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന അവസ്ഥയിലായിരുന്നു ടി.എൻ. പ്രതാപൻ. പക്ഷേ കെ. മുരളീധരൻ തോറ്റു. അതോടുകൂടി രാഷ്ട്രീയം മുഴുവൻ മാറി മറഞ്ഞു. കെ. മുരളീധരൻ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നു. തോറ്റത് അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രശ്നം കൊണ്ടാണ്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും ഇറങ്ങിയില്ല. എല്ലാവരും പണം കിട്ടിയാൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന അവസ്ഥയിലാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സ്ഥിതി വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു. DCC പ്രസിഡന്റ് രാജിവെച്ചു. പിന്നീട് അന്വേഷണ കമ്മീഷൻ വന്നു. അന്വേഷണ കമ്മീഷൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ടി.എൻ. പ്രതാപൻ വേണ്ടത്ര പ്രവർത്തിച്ചിട്ടില്ല എന്ന്. വേണമെങ്കിൽ കെ. മുരളീധരൻ പ്രവർത്തിച്ച് ജയിക്കട്ടെ, ആവശ്യമായ ഫണ്ട് കെ. മുരളീധരൻ കൊണ്ടുവരട്ടെ, ഇതായിരുന്നു ടി.എൻ. പ്രതാപൻ്റെ നിലപാട്. ടി.എൻ. പ്രതാപൻ പൈസ കണ്ടെത്താനോ ജനങ്ങളിലേക്ക് പോയി പണം പിരിക്കാനോ ഒന്നും തയ്യാറായില്ല. അദ്ദേഹം ചടഞ്ഞുകൂടി വീട്ടിലിരുന്നു, ഷോമേനായി അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി പ്രവർത്തിക്കാൻ തയ്യാറായില്ല. തൃശ്ശൂർ നഗരത്തിൽ വൻ വോട്ട് ചോർച്ചയുണ്ടായി. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വൻ വോട്ട് ചോർച്ചയുണ്ടായി. ആ വോട്ട് ചോർച്ച എങ്ങോട്ടാണ് ചോർന്നത് BJPയിലേക്കാണ്. ആ വോട്ടിലാണ്, തൃശ്ശൂർ നഗരത്തിലെ വോട്ടിലാണ് ജയിച്ചു വന്നത് സുരേഷ് ഗോപി എന്നർത്ഥം. അങ്ങനെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത്. കേരളത്തിൽ ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ ഗൗരവമുള്ള പ്രശ്നം KPCC നിയോഗിച്ച സമിതി അന്വേഷിച്ചു, കാരണം കണ്ടെത്തി. എന്താണ് കുറ്റവാളി? ഒന്നാം കുറ്റവാളി DCC പ്രസിഡന്റ്, അതേപോലെ തന്നെ രണ്ടാം കുറ്റവാളി ആര്? ടി.എൻ. പ്രതാപൻ. ടി.എൻ. പ്രതാപൻ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ടി.എൻ. പ്രതാപനെ കോഴിക്കോടിൻ്റെ ചുമതല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് കോഴിക്കോട് മേഖലയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അണികൾ അവിടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്, ടി.എൻ. പ്രതാപൻ ഇങ്ങോട്ട് വരണ്ട എന്ന്. BJPക്ക് സീറ്റ് കൊടുത്ത, കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത ടി.എൻ. പ്രതാപൻ കോഴിക്കോടിന് വേണ്ട എന്ന പോസ്റ്ററുകളും ബാനറുകളുമാണ് ഉയർന്നിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ. അതോടൊപ്പം തന്നെ ടി.എൻ. പ്രതാപനെ തരം താഴ്ത്തണമെന്ന് അന്വേഷണ സമിതി KPCCക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ടി.എൻ. പ്രതാപൻ്റെ കഷ്ടകാലം തുടങ്ങുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റ് കിട്ടുമോ എന്ന കാര്യം സംശയമാണ്.
സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഏറെക്കാലം അദ്ദേഹം താലോലിച്ച സ്വപ്നമാണ് തകർന്ന് തരിപ്പണമാകുന്നത്. എങ്ങനെയെങ്കിലും ജയിക്കണം, സീറ്റ് സംഘടിപ്പിക്കണം, ജയിക്കണം, മന്ത്രിയാകണം എന്ന സ്വപ്നം, ആ സ്വപ്നം കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, അതാണ് ആ സ്വപ്നമാണ് തകരാൻ പോകുന്നത്. ഇതാ ഈ KPCCക്ക് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിൽ, നടപ്പാക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. കെ സുധാകരനെ സ്വാധീനിച്ച് കെ സുധാകരന്റെ പക്ഷത്ത് ചേർന്ന് എങ്ങനെയെങ്കിലും ആ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതിൽ TM പ്രതാപനെതിരെ പരാമർശമില്ല എന്ന പ്രസ്താവനയൊക്കെ KPCC പ്രസിഡന്റിനെ കൊണ്ട് ഇറക്കിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. എന്തായാലും TM പ്രതാപൻ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. TM പ്രതാപൻ ഒരു തൃശങ്കുവിലാണ്. TM പ്രതാപന്റെ സ്വപ്നം തകരുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട്. തരം താഴ്ത്തിയാൽ, അദ്ദേഹത്തെ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അദ്ദേഹം എവിടെ പോയി പ്രവർത്തിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി സീറ്റ് വിട്ടു നൽകി കെ മുരളീധരനെ സ്വീകരിച്ച് കൊണ്ടുവന്ന് സന്തോഷം അടക്കാൻ വയ്യേ എന്ന് പറയുന്നത് പോലെ നടന്ന TM പ്രതാപൻ ഇപ്പോൾ ആശങ്കയിലാണ്. അദ്ദേഹത്തിനെതിരെ നടപടി വരും എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. വലിയ തിരിച്ചടിയാണ് TM പ്രതാപന് ഉണ്ടാകാൻ പോകുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് തന്നെ എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയും ഉയർന്നു നിൽക്കുന്നുണ്ട്. TM പ്രതാപനെതിരെ നടപടിയെടുത്താൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ആളാണ് TM പ്രതാപൻ. നടപടിയെടുത്താൽ തീരദേശ മേഖല മുഴുവൻ കോൺഗ്രസിന് എതിരാവും എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് നടപടിയെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക എന്ന ചർച്ചയും കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, TM പ്രതാപൻ ഇനിയും മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കോൺഗ്രസ് രാഷ്ട്രീയം കുറച്ചു കാലം TM പ്രതാപന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങി TM പ്രതാപൻ താഴെ വീഴുമോ മുകളിലേക്ക് പൊങ്ങുമോ എന്നതേ ഇനി അറിയാനുള്ളൂ.